ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നിങ്ങളുടെ വീടിന് ടെറസ് ഉണ്ടോ? ഈ ടെറസ് മിക്കവാറും ചുമ്മാ കിടക്കുകയായിരിക്കും. ഈ ടെറസിൽ ചെയ്യാവുന്ന 3 ബിസിനസ്സുകളെ കുറിച്ച് പറയട്ടെ. വെറുതെ ടെറസ് കിടക്കുമ്പോൾ നമ്മൾ ഈ സ്ഥലം ഉപയോഗിക്കാതെ കിടക്കുന്നത് ഭയങ്കരമായിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു പാപമാണ്. കാരണം നമുക്ക് ഒഴിഞ്ഞ പറമ്പുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഇനിയിപ്പോൾ ഒഴിഞ്ഞ പറമ്പുകളില്ല, ഇനിയിപ്പോൾ ടൗൺ പ്രദേശത്താണെങ്കിൽ തീർച്ചയായിട്ടും ടെറസ് ഉണ്ടാവും, അല്ലേ? ടെറസിൽ ചെയ്യാവുന്ന 3 ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ബിസിനസ് മഷ്റൂം ഫാമിംഗ് ആണ്. മഷ്റൂം സാധാരണഗതിയിൽ നമുക്കറിയാം, ഷെഡുകൾ ഉണ്ടാക്കി ഈ ഷെഡുകൾക്കകത്താണ് ഈ മഷ്റൂം ഫാമിംഗ് ചെയ്യുന്നത്. ഷെഡുകൾ വെച്ചുകൊണ്ടോ ഷെഡുകൾ ഇല്ലാതെയോ മഷ്റൂം നമുക്ക് ഫാം ചെയ്യാം എന്നുള്ളതാണ്. മഷ്റൂമിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, അത് നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മഷ്റൂം ഫാമിംഗ് കൃത്യമായിട്ടുള്ള രീതിയിൽ എടുക്കാൻ പറ്റൂ. അതിന് കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ കൺട്രോൾ ആവശ്യമാണ്, കൃത്യമായിട്ടുള്ള അതിൻ്റെ മോണിറ്ററിങ് ആവശ്യമാണ്, കൃത്യമായ വാട്ടറിങ്, ഇതെല്ലാം ആവശ്യമാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ല മഷ്റൂമുകൾ നമുക്ക് വിളയിച്ചെടുക്കാം. മഷ്റൂമിന് അത്യാവശ്യം നല്ല വില കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം. മാത്രമല്ല, ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം, കേരളത്തിലെ മഷ്റൂമിൻ്റെ മാർക്കറ്റ് വലുതാവുന്നുണ്ടെന്നുള്ളതാണ്. കാരണം മുമ്പ് അത്ര അവയർനെസ് ഇല്ലായിരുന്നു. ഇപ്പോൾ അവയർനെസ് ഉള്ളത് കൊണ്ട് തന്നെ മഷ്റൂം മാർക്കറ്റ് വലുതാവുന്നുണ്ട്. ബ്രാൻഡഡ് ആയിട്ട് മഷ്റൂമുകൾ കൊടുക്കുകയാണെങ്കിൽ സാധ്യത വീണ്ടും കൂടുന്നുണ്ട്, വാല്യൂവും പ്രോഫിറ്റബിലിറ്റിയും കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള മഷ്റൂംസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ വണ്ടർഫുൾ കോൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടെറസ് വേണമെങ്കിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. മഷ്റൂം ഫാമിംഗ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ രീതിയിൽ ചെയ്ത് നിങ്ങൾക്കതിനെ ബ്രാൻഡഡ് ആക്കി വളരെ പ്രീമിയം ലെവലിൽ വേണമെങ്കിൽ പ്ലേസ് ചെയ്ത് നല്ല പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും മഷ്റൂം ഫാമിംഗ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ. താല്പര്യമില്ലാത്ത ആളുകളോട്, അല്ലെങ്കിൽ ഇത് പഠിക്കാൻ തയ്യാറല്ലാത്ത ആളുകളോട് ഞാൻ നിർബന്ധിക്കില്ല കേട്ടോ. കാരണം ഈ മഷ്റൂം താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ പണിയൊന്നും എടുക്കാൻ നമുക്ക് വലിയ താല്പര്യം, നമുക്ക് ഈ ബിസിനസ് എത്ര ലാഭകരമാണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യണ്ട. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ആവുന്ന ബിസിനസ്സാണ് മഷ്റൂം ഫാമിംഗ്. അടുത്തത് സോളാർ ഡ്രൈയിങ് യൂണിറ്റുകളാണ്. അതായത് ടെറസാണ്, നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന ടെറസുകളാണെങ്കിൽ നമുക്കറിയാം സോളാർ എനർജി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഓൾറെഡി സോളാർ പാനലുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. സോളാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും. ഇപ്പോൾ സോളാർ ഡ്രൈയിങ് യൂണിറ്റുകൾ നമുക്ക് വേണമെങ്കിൽ സ്ഥാപിക്കാം. പലതരത്തിലുള്ള സ്ഥാനങ്ങൾ ഡ്രൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്കറിയാം, ഡ്രൈ ഫ്രൂട്ടുകൾ ഉണ്ടാക്കുന്നതിനും ഡ്രൈ ഫിഷ് ഉണ്ടാക്കുന്നതിനും പലതരത്തിലുള്ള സാധനങ്ങൾ ഉണക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ നമുക്ക് ടെറസിൻ്റെ മുകളിൽ സ്ഥാപിക്കാവുന്നതാണ്. സോളാർ എനർജി ഉപയോഗിച്ചും ഡയറക്റ്റ് സൺലൈറ്റ് ഉപയോഗിച്ചും ഒക്കെ ഇത്തരത്തിലുള്ള യൂണിറ്റുകളും സെല്ലുകളും ഉണ്ടാക്കി നമ്മളുടെ തന്നെ ഓൺ പ്രൊഡക്റ്റുകൾ പ്രോസസ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൊഡക്റ്റുകൾ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള യൂണിറ്റുകൾ നിങ്ങൾക്ക് ടെറസിൻ്റെ മുകളിൽ സ്ഥാപിക്കാം. അതും വലിയൊരു സാധ്യത തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ അതിൻ്റെ മാർക്കറ്റ് നിങ്ങൾ കൃത്യമായി കണ്ടെത്തിയിട്ട് വേണം ഇങ്ങനൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, മാർക്കറ്റ് കണ്ടെത്തിയിട്ട് വേണം. ഇപ്പം ഈ ഐഡിയ പറയുമ്പോഴുണ്ടല്ലോ, ഈ ഐഡിയകൾക്കൊക്കെ മാർക്കറ്റ് ഉണ്ട്. പക്ഷെ മാർക്കറ്റ് പല സ്ഥലങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇതിന് മാർക്കറ്റ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. ആ മാർക്കറ്റ് നിങ്ങൾക്ക് ആക്സസിബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമേ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പണിയോ. ആൻഡ് ഫൈനലി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ടെറാക്കോട്ട സ്റ്റുഡിയോ എന്നൊക്കെ നമുക്ക് വിളിക്കാം. ടെറസിൻ്റെ മുകളിലാണ്. പക്ഷേ ടെറാക്കോട്ടയിൽ തീർക്കുന്ന പലതരത്തിലുള്ള കൗതുക വസ്തുക്കൾ, പ്രത്യേകിച്ചും ഗാർഡൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, വീടുകളുടെ അകത്ത് ഉപയോഗിക്കുക, ഇൻറ്റീരിയറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന, ഈവൻ ആക്സസറീസ് ആയിട്ടും കമ്മലുകളായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടെറാക്കോട്ട സംഭവങ്ങളാണ്. ഇതിന് വലിയൊരു സാധ്യതയുണ്ട്. കാരണം ഇതെല്ലാം വളരെ യുണീക്കായിട്ടുള്ള ഐഡിയകളാണ്. നിങ്ങളെടുത്ത് നിങ്ങളുടെ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് ഐഡിയകൾ ടെറസിന് മുകളിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലോ ഒക്കെ ചെയ്യാനായിട്ടുണ്ട്. ഈ 3 ഐഡിയാസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന് ഉറപ്പ് പറയുന്നു. ഓൾ ദി ബെസ്റ്റ്.